അല്ലെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ട്രിപ്പിൾ 765 RS അങ്ങനത്തെ വേർഷൻസൊക്കെ വയ്ക്കാം. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മോൺസ്റ്ററിനെ വേറിട്ട് നിർത്തുന്ന ഒരു സംഭവമുണ്ട്, അതായത് എൽ ട്വിൻ. എന്താ പറയുക, സീറ്റിംഗ് കംഫർട്ടിനേക്കാളും കൂടുതൽ പവറിനാണ് കംഫർട്ട് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പവറിൻ്റെ കാര്യത്തിൽ നല്ല കംഫർട്ടബിളാണ് വണ്ടി. വാട്ട്സ്ആപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് കേട്ടോ, ദ ഡുക്കാട്ടി മോൺസ്റ്റർ ലേറ്റസ്റ്റ് എഡിഷൻ. ഈ ചാനലിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു മോൺസ്റ്റർ കാട്ടിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു മോൺസ്റ്ററിൻ്റെ ആദ്യത്തെ വൺ ഓഫ് ദ ഫോം. അതിനുശേഷം കംപ്ലീറ്റ്ലി റിവാമ്പ് ചെയ്ത് ഇറക്കിയ 2025 വേർഷനാണിത്. അപ്പം എ വെരി ബിഗ് താങ്ക്സ് ടു VFM Ducati ഫോർ പ്രൊവൈഡിങ് ദിസ് മോട്ടോർ സൈക്കിൾ ഫോർ ദിസ് ലോങ്. 3 ദിവസമായി ഓടിക്കുന്നു ആൻഡ് ഐ റിയലി ലവ് ഇറ്റ്. ഇതൊരു ഭ്രാന്തനാണ്, ഇതൊരു വൺ ഓഫ് ദ അഗ്രസീവ് മോട്ടോർ സൈക്കിളാണ് ആൻഡ് ഐ റിയലി മീൻ ഇറ്റ്. പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു അഗ്രഷനിലോട്ട് നമ്മളെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ബൈക്കാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺസ് യു സ്റ്റാർട്ട് റൈഡിങ് ദിസ് മോട്ടോർ സൈക്കിൾ യു വിൽ ഐദർ ഹേറ്റ് ഇറ്റ് ഓർ യു ലവ് ഇറ്റ്. ഐദർ ഹേറ്റ് ഇറ്റ് എന്ന് പറയില്ല, ഐദർ യു ഫിയർ ഇറ്റ് ഓർ യു ലവ് ഇറ്റ്. ദാറ്റ്സ് കൈൻഡ് ഓഫ് എ തിങ്. വണ്ടിയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഞാൻ തന്നെയാണ്, സ്ട്രെല്ലിൻ്റെ ആണ്, ബട്ട് ശബ്ദം കുറച്ച് മാറിയിട്ടുണ്ട്. ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു DRL വന്നിട്ടുള്ള ഒരു വളരെ നീറ്റ് ലുക്കിംഗ് DRL. കോഷൻ ലാമ്പ് കൂടെ ഓൺ ചെയ്യാം. ലുക്ക് അറ്റ് ദാറ്റ്. സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഡുക്കാട്ടിയുടെ ഒരു ബീഫി ടാങ്കാണ്. അപ്പോൾ ഞാൻ ഈ ബീഫി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ബീഫി എന്ന് പറയുന്ന വാക്കിന് ജനറൽ ആയിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒരു മീറ്റി എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം അതിന് മുകളിൽ അവിടെ മോൺസ്റ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ടാങ്കിന് മുകളിൽ. ദെൻ ദ വെരി ഫേമസ് എൽ ട്വിൻ 937cc 111 bhp 90+ Nm ടോർക്ക് വിത്ത് ജസ്റ്റ് 185 kg എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 to 400cc സെഗ്മെന്റ് ബൈക്കിന്റെ വെയിറ്റിലാണ് ഈ ഇത്രയും പറഞ്ഞ പവറും ടോർക്ക് ഇരിക്കുന്നത്. ഫുൾ ടൈം വീലിയാണ്, ഇതിന് ഫുൾ വീലി കൺട്രോളൊക്കെ ഉണ്ട്. ഈ കൺട്രോൾ ഒന്നും ഇല്ലാതെ നമുക്ക് ഓടിക്കാനേ പറ്റില്ല, അതാണ്. പിന്നെ ഒരു ടെർമിയോണിയുടെ എക്സോസ്റ്റ് ഉണ്ട്. ആൻഡ് ടേം ഈസ് ലൈക്ക് സോ സ്വീറ്റ്. അതായത് നമ്മൾ റവ് ചെയ്യുമ്പോഴും ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, പട്ട എങ്ങനെയാണ്. പിന്നെ ഇതിനൊരു 11 ഡിഗ്രി ഫയറിംഗ് ഓർഡറാണ്, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ 2 സീറ്റും ആക്ച്വലി റൈഡറിന് തന്നെ വേണ്ട ഒരു സീറ്റാണ്. പില്ലിയൻ സീറ്റും റൈഡറിന് വേണ്ട എന്ന് പറയാൻ ഒരു മെയിൻ കാരണമുണ്ട്. കാരണം റൈഡർ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, പവർ വരുന്ന സമയത്ത് ഇതാ ഇവിടെ തട്ടിയിട്ട് വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ അങ്ങ് പറന്ന് പോകും. അപ്പം പില്ലിയനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം പില്ലിയൻ ഇരിക്കുന്നുണ്ട്, പില്ലിയൻ ഓൾറെഡി പറന്ന് പോയിട്ടുണ്ടാവും. പിന്നെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ടെയിൽ ലൈറ്റ്സ് ഡുക്കാട്ടിയാണ്. ബാക്കിൻ്റെ കാര്യത്തിൽ അവരെപ്പോഴും ഓക്കെയാണ്. ആ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ആ ഡോമി എന്ന് പറയുന്നത് കാണാനൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ സ്റ്റോക്കും ഭയങ്കര രസമാണ്, ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റും. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് വണ്ടി കയറാം. വണ്ടി കയറുമ്പോൾ തന്നെ വളരെ ചെറിയൊരു ബൈക്കായിട്ടാണ് ഫീൽ ചെയ്യുക. ജസ്റ്റ് ഒരു 300-400cc പോലെ കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുഡ്. എന്നെ പോലത്തെ ഒരാൾക്ക് 2 സൈഡും പ്ലാന്റഡ് ഫുഡ് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ സ്പോർട്ട് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. സ്പോർട്ട് മോഡിൽ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഓണാന്ന് കാണിക്കുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ 8ലാണ് ഇരിക്കുന്നത്. ABS 2, വീലി കൺട്രോളും 2. പിന്നെ ഒരു ഡുക്കാട്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഒരു ഹോം ഫീലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചസ് എല്ലാം തന്നെ നോർമലാണ്. ഈ 2 സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഇതിൽ നാവിഗേറ്റ് ചെയ്യുന്നത്. ഇത് പാസ് സ്വിച്ച് ആണ്, ഇത് ഹൈ ബീം ആൻഡ് ലോ ബീം ആണ്. പിന്നെ ഇതാണ് മോഡ് സ്വിച്ച്. ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മോഡുകൾ കാണാം: സ്പോർട്ട്, ടൂറിംഗ്, urban. ടൂറിംഗ് കുറച്ചും കൂടി ഒരു ഈസിയർ ആയിട്ടുള്ള ഒരു റൈഡിംഗ് മോഡാണ്. അതായത് ഒന്നുകൂടെ എന്താ പറയുക, ഒരു ത്രോട്ടിൽ ലാഗ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലീറ്റർ ആയിട്ടാണ് പവർ കിട്ടുന്നത്. urbanനകത്ത് ത്രോട്ടിൽ ലാഗും പവറും കുറവാണ്. അപ്പോൾ ടൂറിംഗും സ്പോർട്ടും ആണ് അടിപൊളി ഓടിക്കാൻ. ആൻഡ് ഇറ്റ് ഇസ് വെരി നൈസ്. പിന്നെ ഇവിടെ ഒരു ഹോൺ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ടിപ്പിക്കലായിട്ടുള്ള ഡുക്കാട്ടിയുടെ കിൽ സ്വിച്ച്. ലെറ്റ്സ് ടേൺ ഇറ്റ് ഓൺ. Let's roll. അതിഭീകര പവറാണ്, പറയാതിരിക്കാൻ വയ്യ. മോൺസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മോൺസ്ട്രസ് പവർ ബൈക്ക് തന്നെയാണ്. ഈ മോൺസ്റ്ററിൻ്റെ ബാക്കി ബൈക്കുകളിൽ നിന്ന്, അതായത് ഇതിൻ്റെ കോമ്പറ്റീഷൻ വേണമെങ്കിൽ നമുക്ക് കവാസാക്കിയുടെ Z900 വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ട്രിപ്പിൾ 765 RS അങ്ങനത്തെ വേർഷൻസൊക്കെ വയ്ക്കാം. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മോൺസ്റ്ററിനെ വേറിട്ട് നിർത്തുന്ന ഒരു സംഭവമുണ്ട്, അതായത് എൽ ട്വിൻ. ഇതിൻ്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇറ്റാലിയൻസ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പക്ക പെർഫോമൻസിന് വേണ്ടി മാത്രമാണ്. അത് ആക്ച്വലി ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു. അതായത് 1990s ആദ്യത്തെ മോൺസ്റ്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇറ്റലിയിലെ ഭാഷയിൽ ഇതിന് മോൺസ്റ്റർ എന്ന് പേരിട്ടൊരു സമയത്ത് ഡുക്കാട്ടി വാസ് ആക്ച്വലി സ്കെപ്റ്റിക്കൽ. വലിയൊരു കമ്പനിയല്ലേ, അപ്പം ആ ഒരു സമയത്ത് ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള മോൺസ്റ്റർ എന്നുള്ള പേരൊക്കെ ഇടണം എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഡിസൈനേഴ്സ് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഫിഗേഴ്സ് കമ്പനിക്ക് കാട്ടിക്കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ നെയിം സേക്ക്.
ഡെഫിനറ്റ്ലി ഇതൊരു അഗ്രസീവ് മോട്ടോർ സൈക്കിളാണ്. അങ്ങനെയാണ് നമ്മുടെ മോൺസ്റ്റർ എന്നുള്ള പേര് ഇറ്റലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ 11 ഡിഗ്രിയാണ് ഇതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. മോൺസ്റ്ററിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 2000s മോൺസ്റ്ററിന് 600 വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്, 700 വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്, 800 ഉണ്ടായിട്ടുണ്ട്. 800 ആണ് 2010 ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾ, അതായത് ഡുക്കാട്ടി എവർ, അതായത് ആ വർഷത്തെ. മോൺസ്റ്റർ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ജസ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ഭയങ്കര ഈസി അജൈലായിട്ട് നിമ്പിളായിട്ട് ഓടിക്കാനുള്ള ഒരു ബൈക്കാണ്. കാരണം ഒന്നിങ്ങനെ തട്ടുമ്പോഴത്തേക്ക് മാറുന്നുണ്ട്. സസ്പെൻഷൻ കുറച്ചൊരു ഹാർഡർ ആയിട്ടുള്ള ഒരു ഫീലാണ്. ജസ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് ഇത് ഒരു ട്രാക്ക് മെഷീനും കൂടിയാണ്, സിറ്റി മെഷീൻ മാത്രമല്ല. ഹൈവേയിൽ വരുന്ന സമയത്ത് നമ്മൾ വിൻഡ് ബ്ലാസ്റ്റ് അടിച്ച് ഒരു ലെവലാവും. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ റെയർ സീറ്റ് നമ്മൾ നിതംബത്തിൽ തട്ടി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സേവ് ആയിരിക്കുന്നത്. പിന്നെ സീറ്റിംഗ് കംഫർട്ട് ഒരു നോമിനൽ സീറ്റിംഗ് കംഫർട്ടാണ്, ടോറിംഗ് സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, സീറ്റിംഗ് കംഫർട്ടിനേക്കാളും കൂടുതൽ പവറിനാണ് കംഫർട്ട് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പവറിൻ്റെ കാര്യത്തിൽ നല്ല കംഫർട്ടബിൾ ആണ് വണ്ടി. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ആ പൊട്ടലൊക്കെ എന്താ രസം. ആ 2 ഗിയറൊന്ന് റെഡ് ലൈൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. ഇതിന് 225 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പോകുന്നത്. ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ് കമ്പയർഡ് ടു എന്താ പറയുക ഓൾമോസ്റ്റ് ക്ലോസ് ടു ലിറ്റർ ക്ലാസ് ബൈക്ക്. പക്ഷേ 225 എങ്ങനെ എത്തുന്നുള്ളതാണ്. 0 to 100 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ ക്വിക്ക്. അതാണ് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്കിംഗ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിമാരകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 937cc വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്രേക്കിംഗ് ആണ്. അപ്പം ഈ CC വേണ്ടി ഉണ്ടാക്കിയ ബ്രേക്കിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ബ്രേക്ക് അല്ല. അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് 185 kg. ഞാൻ പറഞ്ഞൊരു 400cc അറൗണ്ട് മോട്ടോർ സൈക്കിളിൻ്റെ വെയിറ്റ് മാത്രമാണ് ഇതിനുള്ളത്. അങ്ങനെ വരുന്നൊരു സമയത്ത് ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ്. അറിയാത്ത ആൾക്കാർ കയറി പിടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ സംഭവിക്കാം. ശരിക്കും എന്താ പറയുക, ടെക്നിക്കലി ബ്രേക്ക് ഉപയോഗിച്ച് ശീലമുള്ള ആൾക്കാർക്കാണ് ഈ ബ്രേക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എതർ യു വിൽ ഫിയർ ഇറ്റ് ഓർ യു ലവ് ഇറ്റ്, അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രം ദ ബ്രേക്കിംഗ്. പിന്നെ റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് അഗ്രസീവ് ആണ്. അതായത് ഒരുപാട് അഗ്രസീവ് അല്ല, അതായത് നമ്മൾ ഏകദേശം സ്പോർട്സ് ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്പർ ബോഡിയും ലോവർ ബോഡിയൊക്കെയാണ്. ട്രാക്കിലേക്കും ഇത് പെർഫെക്റ്റ് ആണ്. നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ ബൈക്ക് ട്രാക്കിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സോ നൈസ്. ആൾക്കാർ നൈസായിട്ടും ഈസി ആയിട്ടും ബാക്കി വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 2 സിലിണ്ടറാണ്. സ്റ്റോക്ക് എക്സോസ്റ്റ് വെക്കുന്ന ഒരു സമയത്ത് ഇത്രത്തോളം ശബ്ദം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് ട്രാക്കിൽ നമ്മൾ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോകുന്നൊരു ബൈക്ക് കാണാം. അതാണ് ഇത്. ശരിക്കും സ്ട്രീറ്റ് ട്രിപ്പിൾ 765 കൂടെയൊക്കെയാണ് ഞാൻ ഈ ബൈക്ക് പോകുന്നുണ്ടല്ലോ. സ്ട്രീറ്റ് ട്രിപ്പിളൊക്കെ ആരോ ഒക്കെ വെച്ചിട്ട് ഭയങ്കര സ്ക്രീം ചെയ്ത് പോകുന്നൊരു സമയത്ത് ഇതൊരു ശബ്ദമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര അജയലാണ് ഈ വണ്ടി. ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് ആക്ച്വലി ഓൺ റോഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 16.7 lakh ആണ് ഇൻ ബാംഗ്ലൂർ. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്, ഇയർലി മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 12,000 to 14,000 ആണ് വരിക ഇഫ് ദർ ഇസ് നോ അതർ പാർട്സ് ചേഞ്ച്. പിന്നെ മൈലേജ് എന്ന് പറയുന്നത് 19 km/l ആണ് ഡുക്കാട്ടിയുടെ ക്ലെയിം എന്ന് പറയുന്നത്. അത് ഡുക്കാട്ടിയുടെ ക്ലെയിം മാത്രമായിട്ടിരിക്കാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബൈക്ക് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൊളിച്ച് ഓടിക്കും. അപ്പം ഞാൻ ഡെസേർട്സിലിട്ട് ഓടിക്കുന്ന രീതിയിലാണ് ഇത് ഓടിക്കുന്നത്. അപ്പോൾ ഒരു ഡുക്കാട്ടിക്ക് ഒരു ഫീൽ ഉണ്ട്. നമ്മൾ ആ ഒരു ലൈനിലെത്തിയാൽ മാത്രമേ നമുക്ക് ഈ വണ്ടി ഓട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ചെറിയ സ്പീഡിൽ നമ്മളിപ്പം 5th ഗിയറിലൊക്കെ ഓടിക്കാൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ഇസ് നോട്ട് കംഫർട്ടബിൾ. യു സീ ദാറ്റ് ഒരുമാതിരി ഉണ്ട്. അപ്പം ഒരു പെർട്ടിക്കുലർ ഗിയർ ഉണ്ട്. ആ ഒരു അഗ്രഷനിൽ മാത്രമേ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഓടിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നില്ല 19 കിട്ടുമെന്ന്. ബട്ട് എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഒരു 15 to 19 കിട്ടുമായിരിക്കും. പിന്നെ ഒരു ഹൈവേ പോകുന്നൊരു സമയത്ത് യെസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു 20 വരെയൊക്കെ ഡെഫിനറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിനും ബെറ്റർ ആയിട്ടൊക്കെ കിട്ടേണ്ടതാണ്. ഇനി ഈ ഒരു ബൈക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർക്ക് മാത്രം പറ്റുന്നതാണ്. അതായത് ഈ പറഞ്ഞ പോലെ ടോപ്പ് സ്പീഡ് അധികം നോക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ 225 ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി വെരി ഗുഡ് ടോപ്പ് സ്പീഡ്. അതും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ പറയുന്നത് ഇതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. ഈ ഒരു 16 lakh പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ് ബൈക്ക്. അത് അഗ്രഷനാണ് നിങ്ങൾ നോക്കുന്നത്. 0 to 100 അല്ലെങ്കിൽ 0 to 200 പുട്ട് പോലെ ചെയ്യണം. ഇത് എനി ടൈം വീലി മെഷീനാണ്. ഫുൾ ടൈം വീലിയാണിത്. ആ വീലി കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് വണ്ടി ലിഫ്റ്റായി പോകാത്തത്. അപ്പോൾ അങ്ങനെ 0 to 200 ഫാസ്റ്ററായിട്ട് എത്തണം, ട്രാക്കിൽ പോകണം, പിന്നെ സിറ്റിയിൽ ഓടിക്കണം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് വെരി ഗ്രേറ്റ് ബൈക്ക്. ഇനി അതല്ല ടൂറിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരു 120 പോവാം. പിന്നെ അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡുള്ള സ്ഥലത്ത് നമുക്ക് ഏത് വണ്ടി വെച്ചും ടൂർ ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ഒരു ബൈക്കും കൊണ്ട് ടൂർ ചെയ്യാൻ പറ്റും. ഓ ആ എക്സോസ്റ്റ്
അപ്പം പ്യുവർലി അഗ്രസീവ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ബൈക്കാണ്. ആക്ച്വലി രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത് എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് ലോ ആയിരുന്നു. ഈ ഒരു ബൈക്ക് ഓടിച്ചതിന് ശേഷം എൻ്റെ എഡ്രനാലിൻ ലെവൽ കയറി വന്നിട്ട് എൻ്റെ കോൾഡിൻ്റെ ജേംസിനെ അണുക്കളിനെയൊക്കെ കില്ല് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല ഗ്രേറ്റ് താങ്ക്സ് ടു VFM Ducati. അപ്പം ഞാൻ ഇതിന് മുന്നേ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡുക്കാട്ടി സ്കാമിനെ കുറിച്ച്. അത് ഇവരല്ല, ആ ഷോറൂം മാറി, അത് വേറൊരു ഷോറൂമാണ്. VFM എന്ന് പറയുന്നത് ഹോണ്ടയുടെ ബൈക്കുകളൊക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്നു, അവർ തന്നെയാണ് ഇപ്പം ഡുക്കാട്ടിയും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. പിന്നെ അവരുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ നല്ല സർവീസ് തന്നെയാണ്. സ്റ്റിൽ നമ്മുടെ ചാനലിൻ്റെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം അവിടെ പോകുന്നൊരു സമയത്ത്. ത്രൂ ദിസ് വീഡിയോ ആണ് ഈ വന്നതെന്നുള്ളത്. അപ്പോൾ സ്കാം ചെയ്ത ആൾക്കാരല്ല, ഇപ്പം പുതിയ ഡുക്കാട്ടിയാണ് ബാംഗ്ലൂരിൽ വന്നിട്ടുള്ളത്. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ദം ഔട്ട്. ഇറ്റ് ഇസ് VFM Ducati. So I hope this video is helpful for you, and as always, show some love in the form of likes and comments. See you in the next video. Until then, bye bye.